നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ടാണ്. ധനകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ പ്രധാന സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്. പെൻഷൻ തുകയിൽ വർധനമുണ്ടാകുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ ഇപ്പോൾ അത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനുള്ള സാമ്പത്തികം നിലവിൽ ഇപ്പോഴില്ല എന്നൊരു കാര്യം കൃത്യമായിട്ട് സർക്കാർ അറിയിച്ചിരിക്കുന്നു. അതായത് പെൻഷൻ തുകയിൽ ഇലക്ഷന് മുൻപ് തന്നെ ഒരു വർധനവ് എന്ന രീതിയിലൊക്കെ ആയിരുന്നു വാർത്തകൾ വന്നിരുന്നത്. എന്നാൽ ആ കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ പരിപൂർണമായിട്ട് നിഷേധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു വർധനവ് ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള പ്രധാന അറിയിപ്പാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഈ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനായിട്ട് സർക്കാരിന് സന്തോഷമേ ഉള്ളൂ. പക്ഷേ നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ പരീക്ഷണങ്ങൾ ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, കൂടുതൽ കടമെടുപ്പ് പരിധിയിലുള്ള നിയന്ത്രണങ്ങളൊക്കെ ഏൽപ്പിക്കുമ്പോൾ ഇപ്പോൾ പെൻഷൻ വർധനവ് യാഥാർത്ഥ്യമാകില്ല എന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ പെൻഷൻ ലഭിക്കുന്നവരെല്ലാം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. 1600 എന്ന നിരക്കിൽ തന്നെയായിരിക്കും തുടർന്നുള്ള മാസങ്ങളിലേക്കുമുള്ള സഹായം ലഭിക്കുക. എന്നാൽ ഇലക്ഷന് മുൻപ് തന്നെ ഒരു ഗഡു കൂടി ചേർത്ത്, കുടിശ്ശിക ഒരു ഗഡു കൂടി നമുക്ക് മുൻപിൽ ശേഷിക്കുന്നുണ്ട്. ആ ഗഡു കൂടി ചേർത്ത് വരുന്ന മാസങ്ങളിൽ ഒരു 3200 രൂപയോളം ഇലക്ഷന് മുൻപ് നൽകുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായിട്ട് വീട്ടുന്നതിന് വേണ്ടി സർക്കാരിന് സാധിക്കും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഭവന സമുന്നതി പാർപ്പിട നിർമ്മാണ പദ്ധതി. അതായത് പെര മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ധനസഹായമാണ് ഇവിടെ അനുവദിക്കുന്നത്. പുതിയ പെര നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സഹായമല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ജീർണാവസ്ഥയിലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റപ്പണികൾ ആവശ്യമായിട്ട് വന്നിരിക്കുന്ന വീടുകൾ, ജനലുകളോ അല്ലെങ്കിൽ മറ്റ് സുരക്ഷിതമായ വാതിലുകളോ ഇല്ലാത്ത വീടുകളുണ്ടാകും. അങ്ങനെയുള്ള വീടുകൾ, അതോടൊപ്പം തന്നെ ഭിത്തി തേച്ചിട്ടില്ലാത്തവ, വയറിംഗ് വർക്കുകൾ വേണ്ട വിധത്തിൽ ചെയ്യാത്തവ, അതോടൊപ്പം ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അപര്യാപ്തതയുള്ള വീടുകൾ അത് നവീകരിക്കുന്നതിന് വേണ്ടിയാണ് പരമാവധി 2 ലക്ഷം രൂപ വീതം, അതായത് 1 ലക്ഷം രൂപ വീതം 2 ഗഡുക്കളായിട്ട് നൽകുന്ന പദ്ധതിയാണിത്. അപ്പോൾ ഇതിലേക്കുള്ള അപേക്ഷകൾ ഒക്ടോബർ മാസം 8-ാം തീയതിയോടെ അവസാനിക്കുകയാണ്. ഇനി ആരെങ്കിലും അപേക്ഷ വയ്ക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം ഈ അപേക്ഷകൾ തപാലിൽ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ അഡ്രസ്സിൽ എത്തിക്കണം. ഇനി നമ്മളുടെ മുൻപിൽ സമയമില്ല. നിരവധി തവണ നമ്മുടെ ചാനൽ വഴി തന്നെ അറിയിപ്പ് നൽകിയിരുന്നതാണ്. അപ്പോൾ ഈ സഹായം വേണ്ടവർ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം ഈ രേഖകൾ കൃത്യസമയത്ത് എത്തിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ ആധാർ കാർഡുള്ള കുട്ടികളുടെ ആധാർ കാർഡിൻ്റെ 5-ാം വയസ്സിലും 15-ാം വയസ്സിലും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ നിരവധി തവണ നമ്മുടെ ചാനൽ വഴി തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു അറിയിപ്പ് കൂടി വരുന്നുണ്ട്. 10-ാം ക്ലാസ്സൊക്കെ പാസ്സായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ SSLC ബുക്കിലെ ഡേറ്റ തന്നെയാണോ ആധാറിലേത് എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ അത് തിരുത്തുന്നതിന് ആധാർ കാർഡിൽ വേണ്ട ഭേദഗതികൾ വരുത്തുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം വിവിധ മത്സര പരീക്ഷകൾ തുടർന്നുള്ള ഓരോ ഡോക്യുമെൻറ്റിലും രേഖകളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ചാൽ മതിയാകും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, നിലവിൽ ഇപ്പോൾ ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ മാസം സപ്ലൈകോ വഴി സബ്സിഡി സാധനങ്ങളും വാങ്ങാൻ സാധിക്കും. റേഷൻ കാർഡുകൾക്ക് സബ്സിഡി ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ അരിയും സപ്ലൈകോയിൽ നിന്നും വാങ്ങാം. ഇതുകൂടാതെ റേഷൻ കടകൾ വഴിയും ആനുകൂല്യം വാങ്ങാം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.